എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ കൂളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് വേണം. 2 ഇത് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ ഇത്തിരി പാടുമാണ്. ഇത് മനസ്സിലായ ക്രിപ്റ്റോയുടെ 85% നിങ്ങൾ മനസ്സിലാക്കിയെടുത്തു എന്നതാണ് അർത്ഥം. സോ ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ എത്ര കോയിൻസിലോട്ട് പോയോ, എത്ര ന്യൂസ് കേട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. ദിസ് ഈസ് ദി ബേസിക്സ് ഓഫ് ക്രിപ്റ്റോ കറൻസി. ഏറ്റവും അടിസ്ഥാനമായ കാര്യം. അതായത് ക്രിപ്റ്റോ കറൻസി ഞാൻ ആദ്യമേ പറഞ്ഞു, സതോഷി നക്കോമോട്ടോ, ബിറ്റ്കോയിൻ, പിന്നെ എവല്യൂഷൻ ഓഫ് മണി, അങ്ങനെ 2 വീഡിയോ കഴിഞ്ഞു. ഇത് മൂന്നാമത്തത്. സോ നമ്മൾ ക്രിപ്റ്റോയുടെ ബ്ലോക്ക് ചെയിൻ്റെ ഫണ്ടമെന്റൽസ് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ തിയററ്റിക്കലായിട്ട് അങ്ങനെ ഒരുപാട് ഞാൻ പറയുന്നില്ല. വളരെ കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതോടൊപ്പം ക്രിപ്റ്റോയിൽ, അതായത് ബിറ്റ്കോയിൻ അവതരിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. എന്ന് പറഞ്ഞ വീഡിയോ നല്ല ലെങ്തി ഒന്നും ആവത്തില്ല. ഞാൻ എല്ലാം കൂടെ ചെറുതാക്കി പറഞ്ഞുതരാം. സോ ബിറ്റ്കോയിന് വന്നത് ഒരു പുതിയൊരു ടെക്നോളജിയായ ബ്ലോക്ക് ചെയിനിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതിന് ജിമെയിൽ എങ്ങനെയാണോ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അത്രയും വാസ്റ്റ് ആയിട്ടുള്ളതിൽ ജിമെയിൽ എങ്ങനെയാണോ, അതുപോലെയാണ് ബ്ലോക്ക് ചെയിനിൽ ബിറ്റ്കോയിൻ. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അത്രയും വലിയ ടെക്നോളജിയിൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരൊറ്റ ഒരു ചെറിയ ആപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ചാപ്റ്റർ മാത്രമാണ്. ബ്ലോക്ക് ചെയിനെ കൊണ്ട് ഒരുപാട് യൂസ് കേസസ് മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് മീൻസ് നമ്മളെ വേൾഡിലുണ്ട്. അതൊന്നും ഇപ്പോഴും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും വന്നിട്ടില്ല. ബിറ്റ്കോയിന് 2140 വരെ ഇവിടെ കാണും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ ടോട്ടൽ എൻ്റയർ സപ്ലൈ മാർക്കറ്റിലേക്ക് വരാനായിട്ട് 2140 വരെ എടുക്കും. അപ്പോൾ ബ്ലോക്ക് ചെയിൻ അതുവരെ കാണത്തില്ല. ബ്ലോക്ക് ചെയിൻ ഓരോ ടൈമും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2008 വന്ന ബ്ലോക്ക് ചെയിൻ അല്ല ഇന്ന് നമ്മുടെ മുന്നിലുള്ള ബ്ലോക്ക് ചെയിൻ. സോ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നോക്കാം. എ ഡിജിറ്റൽ ഡാറ്റാബേസ് ലെഡ്ജർ, അതാണ് ബ്ലോക്ക് ചെയിനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ ഡാറ്റാബേസ്ഡ് നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒരു ലെഡ്ജർ എന്താണ്? ലെഡ്ജർ എന്ന് പറയുമ്പോൾ നമ്മളെ കണക്ക് സൂക്ഷിക്കുന്ന ആ ഒരു ബുക്കിനെ നമുക്ക് വേണമെങ്കിൽ ലെഡ്ജർ എന്ന് ഈസി ആയിട്ട് പറയാം. സോ മെയിനായിട്ട് നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ, ഒരു കറൻസി ആയിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് വിനിമയം നടക്കണം. എന്നാലേ അവിടെ ഒരു കറൻസി എന്നതിനെ പറയാൻ പറ്റും. അപ്പോൾ വിനിമയം എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. സോ അതിനെ നമുക്ക് വിനിമയം എന്നും പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിലായിരിക്കും ആ ഒരു കണക്കുള്ളത്. ഞാൻ ആ ഒരു വ്യക്തിക്ക് കൊടുത്തു. സോ എൻ്റെ മനസ്സിൽ അത് കിടക്കും. അവൻ എനിക്ക് തന്നാലും എൻ്റെ മൈൻഡിൽ ഓർ അവൻ്റെ മൈൻഡിൽ അത് കാണും. ഇത് നമ്മളൊരു ബാങ്ക് ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ വേറെ ഒരു എൻറ്റിറ്റിക്കാണ് പൈസ അടയ്ക്കുന്നതെങ്കിൽ, ഈ ബാങ്കിലായിരിക്കും ഈ കണക്കുകൾ വരുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഞാനെന്ന് പറയുന്ന വ്യക്തി നേരെ പോകുന്നു, ഒരു ബാങ്കിലേക്ക് പൈസ നിക്ഷേപിക്കുന്നു. നിക്ഷേപിച്ചാലേ എനിക്കത് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ബാങ്ക് നമുക്ക് പൈസ തരത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വേണം, എന്നാലും നമ്മൾ തിരിച്ചടക്കണം. സോ അത് നമ്മുടെ നിക്ഷേപമായിട്ട് കൂട്ടിക്കോ. അപ്പോൾ എൻ്റെ ഫണ്ട് ഞാൻ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ എനിക്ക് പാസ്ബുക്ക് ഉണ്ടാണ്, അവിടെ എൻ്റെ ഒരു ലെഡ്ജർ ഉണ്ട്, എൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം ആ ബാങ്കിലുണ്ട്. ഞാനിനി എൻ്റെ ഒരു ഫ്രണ്ടിന് പൈസ അയച്ചു കൊടുക്കുന്നു. എങ്ങനെ? ആ ബാങ്കിനകത്തുനിന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 50 രൂപ ഞാൻ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ബാങ്ക് അത് എഴുതി സൂക്ഷിക്കും. ഇന്ന ആളുടെ ഇന്ന അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ ഇന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇത്രയും പ്രോസസ്സ് അവിടെ നടക്കുന്നില്ലേ? ഒരു ജസ്റ്റ് ഒരു 50 രൂപ അങ്ങ് സെൻഡ് ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇത്രയും പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മളല്ലല്ലോ, ബാങ്കല്ലേ. ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ മാനേജ്മെൻ്റ് ആയിരിക്കും ഇതെല്ലാം ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത്. അപ്പോൾ അവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ? അവിടെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ബാങ്കിങ് സിസ്റ്റത്തിൽ ഒരുപാട് ആൾക്കാർ ഇത്രത്തോളം ബാങ്കിങ്. പിന്നെ ബാങ്കിങ്ങിന് ഈ പറയുന്ന പൈസ വിഡ്രോവലും അത് മാത്രമല്ലല്ലോ ഉള്ളത്, ലോണുണ്ട്, പിന്നെ ഒരുപാട് നമുക്ക് FD ഉണ്ട്, ഇൻട്രസ്റ്റ് തരുന്നുണ്ട്, പിന്നെ മറ്റ് ഇതിലേക്ക് നമുക്ക് ഫണ്ട് അയക്കുന്നതിനുണ്ട്. വെറും ട്രാൻസാക്ഷൻ മാത്രമല്ലല്ലോ വരുന്നത് ബാങ്കിങ് എന്ന് പറയുമ്പോൾ, ഒരുപാട് വലിയ സംഭവമാണ്. അപ്പം ഇതെല്ലാം കൂടെ ഒറ്റ ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് അതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയിനെ ഒരു ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ ബ്ലോക്ക് ചെയിൻ എന്തൊക്കെയാണ്? ഒരു ഡാറ്റാബേസ് ആണ് നമ്മുടെ ഡാറ്റാസ് എല്ലാം സൂക്ഷിക്കുന്നത്. ഒരു ലെഡ്ജർ കൂടിയാണ്, കാരണം നമ്മുടെ കണക്കുകളും അവിടെ രേഖപ്പെടുത്തുന്നു. ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പിയർ ടു പിയർ നെറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലോക്ക് ചെയിൻ? ഒരു ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ, ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് നോഡ്സ് ഓഫ് പിയർ ടു പിയർ നെറ്റ്വർക്ക്. നമ്മൾ ഈ നോഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. സോ നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ വഴിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് റൺ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ കമ്പ്യൂട്ടറിനെ നമുക്കിവിടെ നോഡെന്ന് വിളിക്കാം. കാരണം ആ ഒരു കമ്പ്യൂട്ടറാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒറ്റ കമ്പ്യൂട്ടർ അല്ല, മനുഷ്യനാണ് ആ കമ്പ്യൂട്ടറിന് ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ആ ഒരു മൊത്തം ഡാറ്റാബേസ് ഓർ നെറ്റ്വർക്കിനെ നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്ന് സിമ്പിളായിട്ട് പറയാം. ഇത് മാത്രമല്ല, ഒരുപാട് ഡെഫിനിഷൻസ് ബ്ലോക്ക് ചെയിനിലുണ്ട്. അപ്പോൾ നോർമലി ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എൻറ്റിറ്റി, അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ്. പക്ഷേ ഇവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ. ഡീസെൻട്രലൈസ്ഡ് മീൻസ് ഒരു അതോറിറ്റിയോ ഒരാളോ മാനേജ്മെൻറ്റോ ഒന്നുമില്ല. ഇവിടെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വച്ചേക്കുകയാണ്. അവിടെ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് കൊടുത്താൽ മാത്രമേ വർക്കാവുള്ളൂ. വേറെ എന്ത് ചെയ്താലും വർക്കാവത്തില്ല. പക്ഷേ ബാങ്കിങ് എന്ന് പറയുമ്പോൾ മനുഷ്യനായതുകൊണ്ട് നമുക്ക് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. സോ ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് ഒരു ചെറിയൊരു ഐഡിയ, ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ബ്ലോക്ക് ചെയിൻ വലിയ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണ്ട. അത് വരുന്ന നമുക്ക് വീഡിയോയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇത്രയും മാത്രം മതി. അപ്പോൾ കൂടുതലായിട്ട് ഇതേപോലുള്ള ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയാസ് എല്ലാം ഒന്ന് ഫോളോ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് വാട്സാപ്പ്, ഇൻസ്റ്റാ, ട്വിറ്റർ, അത് മൂന്ന് തന്നെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് കാണും വരെ സലാം.